ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എളുപ്പത്തിലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇത് ഹോട്ടലിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരുപാട് പൈസയാകും. ഇതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ റൈസ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം, ഒരു ഗ്രീൻ മസാലക്കൂട്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആവശ്യത്തിന് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, ഒരു പിടിയോളം പുതിനയില, ഒരു പിടിയോളം മല്ലിയില. അപ്പോൾ ഇത് നമുക്ക് ഫൈനായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് സെറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ RKG. ഈ എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 15 കാഷ്യൂ നട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. കാഷ്യൂനട്ടിൻ്റെ കളറൊന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നന്നായി കരിഞ്ഞു പോകരുത്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് കാഷ്യൂനട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു ബൈ ലീഫ്, ഒരു 5 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ഏലം. ഇതൊന്ന് വറുത്തെടുക്കാം. ഒന്ന് മൂത്ത ശേഷം ഒരു ചെറുതായി അരിഞ്ഞ ഒരു ഉള്ളി ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഒരു 15ഓളം ബീൻസ് ഒന്ന് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്. എന്നിട്ടൊന്ന് ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ക്യാരറ്റും ബീൻസും ഒന്ന് വാടി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിന് ക്യാപ്സിക്കം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ മസാല ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറിലുണ്ടായ മസാല ഉണ്ടല്ലോ, പേസ്റ്റ്, അതും കൂടി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മാത്രം മതിയേ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലൻ്റെ ഒരു ജസ്റ്റ് ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു 2 കപ്പ് ബസ്മതി റൈസ്, കുക്ക് ചെയ്ത ബസ്മതി റൈസ് ഇടുന്നുണ്ട്. ഇത് കുക്ക് ചെയ്തത് എങ്ങനെയാണ്, സാധാരണ തന്നെ പിന്നെ കുറച്ച് വെള്ളം വെക്കുക, എന്നിട്ട് റൈസ് 1 മണിക്കൂർ കുതിർത്തി വെക്കുക ബസ്മതി റൈസ്. എന്നിട്ട് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക. സാധാരണ ചോറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അങ്ങനെ ഞാൻ മൊത്തത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ
ആ കാഷ്യൂ നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇത് സ്ലോ സിമ്മിലാക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓൾറെഡി റൈസൊക്കെ കുക്കായതാണ്, എന്നാലും ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇത് കുക്ക് ചെയ്യാൻ വെക്കുക. നമുക്കൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളെ ഗ്രീൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. അതുമാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസും കൂടിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.